കേശവായ സ്വാഹ നാരായണ സ്വാഹ ഗോവിന്ദ, നമ്മുടെ കസ്തൂരിക്ക് ഒരു ആൺകുട്ടി ജനിച്ചിരിക്കണു. അതൊരു സത്വാർത്ഥയാണല്ലോ അമ്മേ. മഹേശ്വരന്റെ കടാക്ഷത്താൽ ഈ കുട്ടിയെങ്കിലും നമുക്ക് കിട്ടിയല്ലോ. അതേടാ, നീ പഞ്ചാംഗം എടുത്തു നോക്കി ജന്മനക്ഷത്രം ഗ്രഹിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വരിക. അമ്മേ, കസ്തൂരിയുടെ കൂടെ വന്നത് അമ്മയാണോ? അതേ മോളെ, അവളെന്റെ മരുമോളാ. അവർക്ക് ജനിച്ച കുട്ടി മരിച്ചുപോയോ? എന്താ കുട്ടി പറയണേ? അത് കുഞ്ഞിന് പെട്ടെന്ന് വല്ലാത്തൊരു ശ്വാസമുട്ടലുണ്ടായി. മഹാദേവ, ഈ കുഞ്ഞിനെ നീ അങ്ങ് എടുത്തോ. എങ്ങനാ ഞാനിത് എന്റെ കുട്ടിയെ അറിയിക്കുക? കരയാതിരിക്കും അമ്മേ, പോയ ജീവൻ തിരിച്ചെടുക്കാനാവില്ലല്ലോ. പക്ഷേ അമ്മയ്ക്ക് സമ്മതാണെങ്കിൽ മറ്റൊരു മാർഗമുണ്ട്. ഇതിന്റെ അടുത്ത വാർഡില് ഇപ്പൊ ഒരു ഡെലിവറി നടന്നു. 2 ആൺകുട്ടികളാ. വല്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബ. അതിന്നൊരു കുട്ടിയെടുത്ത് നിങ്ങൾ വളർത്തുകയാണെങ്കിൽ ആ പാവങ്ങൾക്കൊരാശ്വാസമാവും. നിങ്ങളുടെ മരുമകളുടെ വിഷമം തീരും. ഒന്ന് ആലോചിച്ചാലോ? സർവേശ്വരൻ നമ്മുടെ അനുവാദത്തിന് കാത്തു നിൽക്കാണ്ട് ചിലതൊക്കെ അങ്ങോട്ട് തിരിച്ചെടുക്കും. ആവശ്യപ്പെടാണ്ട് പലതും നൽകുകയും ചെയ്യും. അല്ലേ മോളെ? ഇവന്റെ മൂക്ക് കണ്ടില്ലേ? മുത്തശ്ശനെ വരച്ചു വെച്ചിരിക്ക അല്ലേ അമ്മേ? എന്താപ്പോ അമ്മയുടെ മുഖത്തൊരു വൈക്ലഭ്യം? ഇത് എന്റെ കുട്ടി അല്ലാന്നുണ്ടോ? എന്താ സംബന്ധം ഈ പറയണേ? നിന്റെ അച്ഛന്റെ തനിപ്പകർപ്പാ. നേരന്നെയാ. അമ്പലമണി പോലുള്ള കളകളാന്നുള്ള അവന്റെ ചിരി കണ്ടില്ലേ? സോറി ഇന്ദിരേ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ലല്ലോ. എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. ഈശ്വരൻ എനിക്ക് 2 കുട്ടികളെ വളർത്താനുള്ള കഴിവില്ല എന്ന് കരുതി ഒന്നിനെ തിരിച്ചെടുത്തതായിരിക്കും. ശാസ്ത്രപ്രകാരം എന്റെ പേര് നായിൽ ആരംഭിക്കണേ. എന്റെ അച്ഛന്റെ പേര് നരസിംഹാചാരി. അതുകൊണ്ട് ഇവനെ നമുക്ക് വൃന്ദാവനം നരസിംഹാചാരി എന്ന് വിളിക്കാം. ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കുട്ടിയുടെ ജാതകപ്രകാരം ന എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങിയാൽ ശുഭകരമായിരിക്കും. എങ്കിൽ ഇവന് നരസിംഹമൂർത്തിയുടെ പേര് തന്നെ ഇട്ടോളൂ. അങ്ങനെ ആയിക്കോട്ടെ, നരസിംഹൻ. മോനെ നരസിംഹ. ചാരു, മോനെ ചാരു, എന്താ കുട്ടിയെ എന്തേ നോക്കണേ? കോഴിയെ നോക്കുക. കോഴി എന്തിനാടാ നോക്കണേ? എന്താന്നറിയില്ല മുത്തശ്ശിയെ, ഈ കോഴിയെ കാണുമ്പോ പൊരിച്ചു കഴിച്ചാലോ എന്നൊരു ആലോചന. കഴിക്കേ? കോഴിയെ അശ്രീകരം തല തല്ലി പൊളിക്കാ വേണ്ടത്. കണ്ടില്ലേ അമ്മേ ഈ ചെറുപ്രായത്തിൽ നാവിന്ന് വീണത്? ഇക്കണക്കിന് പോയ ഇവൻ നമ്മുടെ കുലം മുടിക്കുന്ന തോന്നുന്നു. വെറുതെ ഇരിക്കാ ഗോവിന്ദ, അവനൊന്നും അറിയില്ലാലോ. പാവം കുട്ടി. ഇന്നു മുതൽ ഉണ്ണിയെ നല്ലൊരു ബ്രാഹ്മണനാക്കാം. ബ്രാഹ്മണനാക്കേ? അപ്പൊ ഇവൻ ബ്രാഹ്മണനല്ലേ? അമ്മേന്തിന് തലകുനിച്ചേ? അതെ, ഒന്ന് നിർത്തുക. എന്റെ ഉണ്ണിയുടെ ഉപനയനം കഴിഞ്ഞാ ഇവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. അതിന് വേണ്ടതൊക്കെ ചെയ്യാം. ജയ് ബോലോ ഗണേഷ് മഹാരാജ് की। त्वमेव प्रत्यक्षं ब्रह्मासि। त्वमेव प्रत्यक्षं ब्रह्मासि। എന്നെ തൊട്ടാലോ എന്റെ കൂട്ടുകാരെ തൊട്ടാലോ കൊന്നുകളയും ഞാൻ. ഓർമ്മ വെച്ചോ. ഗുഡ് മോർണിംഗ് സർ. ബാഡ് മോർണിംഗ്. 4 മണിക്കാ ഒന്ന് പോയി കിടന്നത്. 6 മണിക്ക് നിന്റെ ഫോൺ. എന്റെ കണ്ണിന് ചുറ്റും കറുപ്പ് നിറം വീണ് തുടങ്ങി. കണ്ടോ? കണ്ടു സർ. എത്ര പേരുണ്ട്? 4 പേരുണ്ട് സർ. റസൂലിന്റെ ഗാംഗിലെയാ. ഇവന്മാര് ജീവിച്ചിരുന്നപ്പോ ചെയ്യാത്ത ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇല്ല.
ഈ സിറ്റിയിലെ ക്രൈംസിനെല്ലാം പിന്നിൽ ഇവന്മാരാ. മെട്രോ റെയിലിൽ ഈ അടുത്ത് നടന്ന റേപ്പ് കേസിലും രാമാപുരം അതിർത്തിയിൽ നടന്ന മർഡർ കേസിലും ഇവരുടെ പങ്ക് വളരെ വ്യക്തമാണ്. പോലീസിന് തലവേദനയായിരുന്ന ഇവരുടെ പെട്ടെന്നുള്ള മരണം ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഷോക്കാണ്. ഇത്രയൊക്കെ പോരെ? എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. എന്ത് പറ്റിയോ? കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കവറേജില് ഞാൻ പറഞ്ഞത് മുഴുവൻ വന്നില്ലല്ലോ. കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തട്ടെ. നമസ്തേ റോയ് സാർ. എന്താ ഇവിടെ? ഇത് ഞങ്ങളുടെ സ്റ്റേഷൻ ലിമിറ്റാ. ലിമിറ്റൊക്കെ അവിടെ നിൽക്കട്ടെ. യുവമാര് ഞങ്ങളുടെ ലിസ്റ്റിലുള്ളതാ, അതാ ഞാൻ വന്നത്. ഇങ്ങനെ എല്ലാ കേസും ആന്റി ഗുണ്ടാസ്കോടെ നിങ്ങളങ്ങ് ഡീൽ ചെയ്യാൻ തുടങ്ങിയ പിന്നെ ലോക്കൽ പോലീസാ ഞങ്ങൾക്ക് എന്താ പണി? കറക്റ്റ്. ലോക്കൽ പോലീസിന് പറ്റിയൊരു പണി ഞാൻ തരാം. പോയി എനിക്കൊരു ചായ വാങ്ങിച്ചിട്ടോ. ഇത് ചായ വാങ്ങിക്കാൻ ഞങ്ങളും കേസ് കൈകാര്യം ചെയ്യാൻ നിങ്ങളുമോ? പാവം ഇവന്റെ കിടപ്പ് കണ്ടോ? വന്നപ്പോ മുതൽ കേസ് നിങ്ങൾ ഡീൽ ചെയ്യുവോ ഞാൻ ഡീൽ ചെയ്യുവോ എന്നുള്ള കൺഫ്യൂഷനിലുള്ള കിടപ്പാ. നിങ്ങൾ എന്തൊക്കെ ചകഞ്ഞു നോക്കിയാലും ശരി, ഇതിൽ കൂടുതൽ ഒരു തുമ്പും കിട്ടാൻ പോകുന്നില്ലേ സാറേ. സർ, സാറ് വന്നോളൂ. ഇയാൾ ആര് പറഞ്ഞാലും കേൾക്കില്ല. കറക്റ്റ്. അതുകൊണ്ടാണ് എനിക്ക് വട്ടൻ റോയ് എന്ന് പേര് കിട്ടിയത്. ആയിക്കോട്ടെ, സാറിന് അന്വേഷണം നടക്കട്ടെ. ലൈവ് പോയിക്കൊണ്ടിരിക്കുക. എടാ രതീഷേ, സാറിനോട് ഹലോ. രാജൻ സർ, എടോ ആ കണ്ടെയ്നർ ബ്ലാസ്റ്റ് ആയത് എപ്പോഴാടോ? രാത്രിയാണ് ബ്ലാസ്റ്റ് ആയത്. അപ്പൊ തുടങ്ങിയതായി ടെൻഷൻ. രാജാ സർ, ഇവനെ എങ്ങനെയായിരിക്കും കൊന്നത്? എന്നൊന്നും ചെയ്യരുത് പ്ലീസ്. ശരിയടാ, ഞാൻ നിനക്കൊരു സമ്മാനം തരാം. തിരിച്ചു നീയും. എന്താ? എന്റെ സമ്മാനം ഒരു ബുള്ളറ്റാ. നീ നിന്റെ ജീവൻ തന്നേക്ക്. അപ്പൊ അവസാനം കൊന്നത് ഇവനെ ആയിരിക്കും സർ? അവസാനത്തെ ഉണ്ട ഇവന്റെ നെറ്റിയില്ല. ഉണ്ട കയറി ചാകാനാ വിധിയെങ്കിൽ അവൻ ഉണ്ട കയറി തന്നെ ചത്തിരിക്കും. സംഭവം നേരിട്ട് കണ്ടതുപോലാണല്ലോ ഇയാളെ വെച്ച് കാച്ചുന്നത്. വരുന്നുണ്ട് സർ. ഈ കൊലപാതകങ്ങളുടെ ഉദ്ദേശം എന്തായിരിക്കും സർ? പറഞ്ഞുതരാം, ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. കാക്കിയിട്ടാൽ ആരും പോലീസ് ആവില്ല. ബുദ്ധി വേണം, ബുദ്ധി. സാർ അത് ഇയാളൊരു ഷെർലോക്ക് ഹോംസ്. എടോ സമയം കേസിന് ഞാൻ